ലുഗത്തുൽ ലാദ്, ലാദിൻ്റെ ഭാഷ. അറബി ഭാഷയാണ് ലാദിൻ്റെ ഭാഷ എന്ന് അറിയപ്പെടുന്നത്. അറബി ഭാഷയിൽ മാത്രമുള്ള അക്ഷരമാണ് ലാദ്, അതുകൊണ്ടാണ് അങ്ങനെ അറിയപ്പെടുന്നത്. ഫിൽ ആലമി ആലാഫു മിനൽ ലുഗാത്തി, ലോകത്ത് ആയിരക്കണക്കിന് ഭാഷകളുണ്ട്. ഹിയ തഹിയ അലൽ അൽസുനി, ആ ഭാഷകളൊക്കെ നിലനിൽക്കുന്നു അലൽ അൽസുനി, നാവിലൂടെയും സംസാരത്തിലൂടെയും, വഫിൽ ജറാഇദി, പത്രങ്ങളിലൂടെ, വഫിൽ മജല്ലാത്തി, മാഗസിനുകളിലൂടെ, വഫിൽ ഖനവാത്തി വൽ മവാഖി, ഖനവാത്ത് ചാനലുകളിൽ കൂടെ, ന്യൂസ് ചാനലുകളും മറ്റ് ചാനലുകളിൽ കൂടെ, വൽ മവാഖി വെബ്സൈറ്റുകളിൽ കൂടെ, അങ്ങനെ പല മാർഗങ്ങളിലൂടെ ഭാഷകൾ നിലനിന്ന് പോരുകയാണ് ലോകത്ത്. ഹൽ തഫക്കർത്തും, നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ, കൈഫക്കാന ലുഹൂറു ഹാദിഹിൽ ലുഗാത്ത്, ഈ ഭാഷകളൊക്കെ എങ്ങനെയാണ് ഉണ്ടായത് എന്ന്. അയിന തവല്ലദത്ത്, എവിടെയാണ് ഈ ഭാഷകൾ ഉണ്ടായത്. വ മത്ത, എപ്പോഴാണ് ഉണ്ടായത്. വ കൈഫക്കാന തതവ്വുറുഹ, എങ്ങനെയായിരുന്നു അതിൻ്റെ വളർച്ച. ഇല വലഇഹൽ ഹാലി, അതിൻ്റെ ഇന്നത്തെ അവസ്ഥയിൽ ആകുന്നത് വരെയുള്ള അതിൻ്റെ പുരോഗതി, വളർച്ച എങ്ങനെയൊക്കെ ആയിരുന്നു. ഇതൊക്കെ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ. വമാഹി അഖ്ദമുൽ ലുഗാത്തില്ലത്തി, ഏതാണ് ഏറ്റവും പഴയ ഭാഷ. അല്ലത്തി ലാ തസാലു മുതദാവലതൻ ഫിൽ ഹയാത്തിൽ യൗമിയ, ദൈനംദിന ജീവിതത്തിൽ, ഇന്നത്തെ ജീവിതത്തിൽ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന പ്രചാരത്തിലുള്ള ഏറ്റവും പഴയ ഭാഷ ഏതാണ്. ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ. അൽ ലുഗത്തു മീസത്തും മിൻ മീസാത്തിൽ ഇൻസാൻ, ഭാഷ മനുഷ്യൻ്റെ ഒരു സവിശേഷതയാണ്. വഹിയ മജ്മുഅത്തു അസ്വാത്തിൻ, അത് ശബ്ദങ്ങളുടെ, പദങ്ങളുടെ കൂട്ടമാണ്. ഔ ഇഷാറാത്തിൻ, അല്ലെങ്കിൽ ആംഗ്യങ്ങളുടെ, സൂചനകളുടെ കൂട്ടമാണ്. യുഅബ്ബിറു ബിഹാ അൽ ഇൻസാനു, മനുഷ്യൻ അതിൽ കൂടെ, ആ ഭാഷയിൽ കൂടെ പ്രകടിപ്പിക്കുന്നു. അൻ അഫ്കാരിഹി, തൻ്റെ ചിന്തകൾ, വ മശായിരിഹി, തൻ്റെ ആലോചനകൾ, തൻ്റെ വികാരങ്ങൾ, വ തജാരിബിഹി, തൻ്റെ അനുഭവങ്ങൾ ഒക്കെ ഭാഷയിൽ കൂടെയാണ് മനുഷ്യൻ പ്രകടിപ്പിക്കുന്നത്. വഹിയ അദാത്ത് തവാസുലി, അത് വത്തആമുലി, കമ്മ്യൂണിക്കേഷൻ്റെയും സഹവർത്തിത്വത്തിൻ്റെയും അദാത്താണ്, ടൂളാണ്. വത്തഫാഹുമി, മനസ്സിലാക്കലിൻ്റെയും, ബൈനന്നാസി, ജനങ്ങൾക്കിടയിൽ. അപ്പോൾ ജനങ്ങൾക്കിടയിൽ പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും പരസ്പരം മനസ്സിലാക്കാനും ഒക്കെയുള്ളൊരു ഉപകരണമാണ് ഭാഷ. വഹിയ ഹസാനത്തുൽ ഇൽമി വൽ ഹലാറത്തി വ സഖാഫത്തി, അത് ഇൽമിൻ്റെ, അറിവിൻ്റെയും സംസ്കാരത്തിൻ്റെയും നാഗരികതയുടെയും ഒക്കെ ഹസാനത്താണ്, ഖജനാവാണ്. വത്തുറാസിൽ ഇൻസാനി, മനുഷ്യ പാരമ്പര്യത്തിൻ്റെയും. തഹത്തല്ലുൽ ലുഗത്ത് ഫി കുല്ലി മുജ്തമഇൻ മക്കാനൻ ഹാമൻ അസാസിയൻ, ഭാഷയ്ക്ക് എല്ലാ സ്ഥലത്തും, എല്ലാ സമൂഹത്തിലും പ്രധാനപ്പെട്ടതും അടിസ്ഥാനപരമായതുമായ ഒരു സ്ഥാനമുണ്ട്. ഇത് അന്നഹ അക്ബർ റവാബിത്തി ബൈന അളാഇൽ മുജ്തമഇ, ഒരു സമൂഹത്തിലെ മെമ്പർമാർക്കിടയിലുള്ള ഏറ്റവും ശക്തമായ ബന്ധമാണ് ഭാഷ എന്നത്. അല്ലുഗത്തുൽ അറബിയത്തു, അറബി ഭാഷ, മിൻ അഹമ്മിൽ ലുഗാത്തി ഫിൽ ആലമി വ അഖ്ദമിഹ, ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഷകളിൽ ഒന്നാണ്, അതേപോലെ ഏറ്റവും പഴയ ഭാഷകളിലും ഒന്നാണ്. വഹിയ ലോകത്തുൻ റസ്മിയത്തുൻ, അത് ഒഫീഷ്യൽ ലാംഗ്വേജ് ആണ്. അറബി ഭാഷ ഒഫീഷ്യൽ ലാംഗ്വേജ് ആണ്. ലിസിത്തിൻ വ ഇശ്രീന ദൗലത്തൻ, 26 രാഷ്ട്രങ്ങളുടെ ഒഫീഷ്യൽ ലാംഗ്വേജ് ആണ് അറബി ഭാഷ. വ ലുഗത്തുൻ യുഅ്തറഫു ബിഹ, പിന്നെ അറബി ഭാഷ ഒരു ഭാഷയാണ് യുഅ്തറഫു ബിഹ ലദാ ഹൈഅത്തിൽ ഉമമിൽ മുത്തഹിദത്തി, UN അംഗീകരിച്ച ഭാഷകളിൽപ്പെട്ട ഒരു ഭാഷയാണ്. അതായത് UN അംഗീകരിച്ച 6 ഭാഷയുണ്ട്, അതിൽ പെട്ട ഒരു ഭാഷയാണ് അറബി ഭാഷ. യുത്ലിഖുൽ അറബു അല ലുഗത്തിഹിം ഇസ്മ ലുഗത്തുല്ലാദി, ഇത് നമ്മൾ നേരത്തെ പറഞ്ഞത്, ലാദുള്ളത് കൊണ്ടാണ് ലുഗത്തുല്ലാദ് എന്ന് പറഞ്ഞത്. കമാ ഇഅ്തറഫ ബിഹ മുഅല്ലമുൽ മുനല്ലമാത്തി ദുവലിയത്തി, അതേപോലെ ഇന്റർനാഷണലായിട്ടുള്ള, ദുവലിയ മീൻസ് ഇന്റർനാഷണൽ, അന്തർദേശീയ, ഇന്റർനാഷണലായിട്ടുള്ള സംഘടനകളൊക്കെ, ഭൂരിഭാഗം സംഘടനകളും അംഗീകരിച്ച ഭാഷയാണ് അറബി ഭാഷ. ലോത്തൻ റസ്മിയത്തൻ, അവരുടെ ഒഫീഷ്യൽ ലാംഗ്വേജ് ആയിക്കൊണ്ട്. മിസ്ലൽ ഇത്തിഹാദുൽ ഇഫ്രീഖി, ആഫ്രിക്കൻ യൂണിയൻ പോലെ, മുനല്ലമത്തുൽ മുഅ്തമറിൽ ഇസ്ലാമി, ഇസ്ലാമിക് കോൺഫറൻസ് ഓർഗനൈസേഷൻ പോലെയുള്ള സംഘടനകളൊക്കെ, ഇന്റർനാഷണൽ സംഘടനകളൊക്കെ ഒഫീഷ്യൽ ലാംഗ്വേജ് ആയിട്ട് അറബി ഭാഷയും അംഗീകരിച്ചിട്ടുണ്ട്. അതേപോലുള്ള മറ്റു സംഘടനകളും. അല്ലുഗത്തുൽ അറബിയ്യത്തു മിനൽ ലുഗാത്തി സാമിയ, അറബി ഭാഷ സെമറ്റിക് ഭാഷകളിൽപ്പെട്ട ഒരു ഭാഷയാണ്. അല്ലത്തി ഷഹിദത്ത് തതവ്വുറൻ കബീറൻ, വലിയ പുരോഗമനം നേടിയ, വലിയ വളർച്ചയ്ക്ക് സാക്ഷ്യം വഹിച്ച സെമറ്റിക് ഭാഷകളിൽപ്പെട്ട ഒരു ഭാഷയാണ് അറബി ഭാഷ. വലിൽ ഖുർആനിൽ കരീമി ദൗറുൻ ബാലിഗുൻ,
ഖുർആന് വളരെ വലിയൊരു റോളുണ്ട്, പങ്കുണ്ട്. ഫി മുഹാഫളത്തിൽ ലുഗത്തിൽ അറബിയ, അറബി ഭാഷ സംരക്ഷിക്കുന്നതിൽ, അല അസാലത്തിഹ അതിൻ്റെ ഒറിജിനാലിറ്റിയിൽ. അറബി ഭാഷ കേടുകൂടാതെ അതിൻ്റെ ഒറിജിനാലിറ്റി നഷ്ടപ്പെടാതെ ഇന്നും നിലനിൽക്കുന്നുണ്ട്, ഇന്നും പുരോഗമിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട് അറബി ഭാഷ. പക്ഷെ അതിൻ്റെ ഒറിജിനാലിറ്റി ഒരിക്കലും നഷ്ടപ്പെടുകയില്ല, കാരണം ഖുർആൻ നമുക്ക് മുമ്പിൽ ഉള്ളതുകൊണ്ട്. ഫഖദ് വഹദ ലഹജാത്തിഹ അൽ മുഖ്തലിഫത്ത, ഖുർആൻ അറബി ഭാഷയിലെ പല ലഹജാത്ത് മീൻസ് സ്ലാങ്സ്, ഡയലക്ട്സ്, ഓരോ നാട്ടിലുള്ള ഒരു ഭാഷയുടെ വ്യത്യസ്തമായ രൂപങ്ങളുണ്ടാവുമല്ലോ. ഇപ്പോൾ കേരളത്തിലെ കോഴിക്കോട് സംസാരിക്കുന്ന രൂപത്തിലായിരിക്കില്ല തിരുവനന്തപുരത്ത് സംസാരിക്കുന്നത്. അപ്പോൾ കോഴിക്കോട് ഡയലക്റ്റാണ്, തിരുവനന്തപുരത്തുള്ളത് മറ്റൊരു ഡയലക്റ്റാണ് മലയാള ഭാഷയുടെ. അങ്ങനെയുള്ള ഡയലക്റ്റുകളുടെയൊക്കെ ഒരുമിച്ച് കൂട്ടി ഇത് ഖുർആൻ. ഫി ലുഗത്തിൻ ഫസീഹത്തിൻ വാഹിദത്തിൻ, ഒറ്റ സാഹിത്യ സമ്പുഷ്ടമായ ഭാഷയിൽ. പണ്ട് കാലത്ത് അറബി ഭാഷ പല നാട്ടിലും പല രൂപത്തിലാണ് സംസാരിക്കപ്പെട്ടിരുന്നത്, ഇന്നും അങ്ങനെ തന്നെയാണ്. ഇന്നിപ്പോൾ ഗൾഫിൽ സംസാരിക്കുന്ന രൂപത്തിലായിരിക്കില്ല ആഫ്രിക്കയിലുള്ള അറബികൾ സംസാരിക്കുന്നത്. ഒരുപക്ഷെ അവർ സംസാരിക്കുന്നതും ഇവർ സംസാരിക്കുന്നതും തമ്മിൽ മനസ്സിലാക്കാൻ തന്നെ പ്രയാസമുണ്ടാകും. അങ്ങനെ ആ തരത്തിലുള്ള അന്തരമുണ്ട്. എന്നാലും ഇവരുടെയൊക്കെ എഴുത്തു ഭാഷ എന്താണ്? ഒന്നാണ്. ഫുസഹയായ, നമ്മൾ ഈ സംസാരിക്കുന്നത് പോലുള്ള, ഈ പറയുന്നത് പോലുള്ള അറബി ഭാഷ പറഞ്ഞാൽ അറബി സംസാരിക്കുന്ന ഏത് രാജ്യക്കാരനും മനസ്സിലാവുകയും പിന്നെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ സാധിക്കുകയും ചെയ്യും. ഫഖദ് വഅളാഫ ഇലാ മുഅ്ജമിഹ വഅളാഫ, ഖുർആൻ അതിലേക്ക് ചേർത്തു. മുഅ്ജമിഹ അതിൻ്റെ ഡിക്ഷണറിയിലേക്ക്, അറബി ഭാഷയുടെ ഡിക്ഷണറിയിലേക്ക് ചേർത്തു. മുഫ്രദാത്തിൻ കസീറത്തിൻ, ധാരാളം വാക്കുകൾ. വസാഅദ അലാ ഇന്തിശാരിഹ ലുഗത്തൻ ആലമിയത്തൻ ഹയ്യൻ, ലോകത്ത് ഒരു സജീവമായ ഭാഷയായി പ്രചരിക്കുന്നതിൽ ഖുർആൻ സഹായിച്ചു. ഖുർആൻ എവിടെയൊക്കെ എത്തുന്നു, ഇസ്ലാം എവിടെയൊക്കെ എത്തുന്നു, അവിടങ്ങളിലൊക്കെ അറബി ഭാഷയും എത്തി. വഹാഫലത്തിൽ ലോത്തുൽ അറബിയത്തു അല അസാലത്തിഹ, അറബി ഭാഷ അതിൻ്റെ ഒറിജിനാലിറ്റി കീപ്പ് ചെയ്തു. മുൻദു നഷ്അത്തിഹ അല മരിൽ ഉസൂരി, അതിൻ്റെ വളർച്ചയുടെ കാലഘട്ടം മുതൽ ഈ കാലങ്ങൾ മുമ്പോട്ട് നീങ്ങുന്നതിനനുസരിച്ച് അറബി ഭാഷ അതിൻ്റെ ഒറിജിനാലിറ്റിയെ സംരക്ഷിച്ചിട്ടുണ്ട്, ഒറിജിനാലിറ്റി നഷ്ടപ്പെട്ടിട്ടില്ല. ലിദ, അതുകൊണ്ട് തന്നെ നഖ്തദിറു അല ഖിറാഅത്തിൽ വസായിക്കിൽ അറബിയത്തിൽ മഖ്തൂത്ത് ഖബല ഖുറൂനിൻ, നൂറ്റാണ്ടുകൾക്ക് മുമ്പുള്ള അറബ് കയ്യെഴുത്ത് പ്രതികളും മറ്റു ഡോക്യുമെൻസും ഒക്കെ നമുക്കിപ്പോഴും വായിക്കാൻ കഴിയും. വഫഹമിഹ, വായിച്ച് മനസ്സിലാക്കാനും കഴിയും. ജയ്യിദൻ, വളരെ നന്നായിട്ട്. ഹത്തല്ലാൻ, ഇപ്പോഴും. പണ്ട് പുരാതന കാലഘട്ടത്തിൽ എഴുതപ്പെട്ട അറബി ഭാഷയിലുള്ള എഴുത്താണെങ്കിൽ പോലും നമുക്കിപ്പോഴും അത് മുഴുവനായിട്ട് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്തുകൊണ്ടാണ്? അറബി ഭാഷയുടെ ഒറിജിനാലിറ്റി നഷ്ടപ്പെടാത്തത് കൊണ്ടാണ്. ഇസ്താറത്തിൽ ലുഗാത്തുൽ ആലമിയത്ത്, ലോക ഭാഷകൾ കടമെടുത്തിട്ടുണ്ട്. കസീറൻ മിനൽ അൽഫാദ്, ധാരാളം വാക്കുകൾ. വൽ ഇസ്തിലാഹാത്തി, പ്രയോഗങ്ങൾ. മിനൽ അറബിയത്തി, അറബി ഭാഷയിൽ നിന്നും. ഹത്താ ലുഗത്തുന, മലയാളം, നമ്മുടെ ഭാഷയായ മലയാളം വരെ. വമിൻ തഹ്സീരി ലുഗത്തിൽ അറബിയത്തി, അറബി ഭാഷയുടെ സ്വാധീനത്തിൽപ്പെട്ടതാണ്. അല്ല ലുഗാത്തിൽ ഉഖ്റ, മറ്റു ഭാഷകളിൽ. അന്നഹുനാക ഇദ്ദത്തു ലുഗാത്തിൻ, ഒരുപാട് ഭാഷകളുണ്ട്. തുക്തബു ബിൽ ഹുറൂഫിൽ അറബിയ, അറബി ലിപിയിൽ, അറബി അക്ഷരങ്ങളാൽ എഴുതപ്പെടുന്ന ഒരുപാട് ഭാഷകൾ ലോകത്ത് നിലവിലുണ്ട് എന്നത് അറബി ഭാഷയ്ക്ക് മറ്റുള്ള ഭാഷകളിൽ ഉണ്ടായ സ്വാധീനം അറിയിക്കുന്നതാണ്. വലഖദ് സജ്ജലത്തിൽ അറബിയത്തു, അറബി ഭാഷ രേഖപ്പെടുത്തിയിട്ടുണ്ട്. നുമുവൻ മൽമൂസൻ, ശ്രദ്ധേയമായ ഒരു വളർച്ച. ഫിഷബക്കത്തിൽ ആലമിയെത്തി, ആഗോള നെറ്റ്വർക്കിൽ. വയൂജദു ഫി മുഅലമി ദുവലി, ഭൂരിഭാഗം രാഷ്ട്രങ്ങളിലും ഉണ്ട്. ഫി മുഅലമി ദുവലിൽ മുതഖദ്ദിമത്തി, ഭൂരിഭാഗം വികസിത രാജ്യങ്ങളിലും ഉണ്ട്. ഖനവാത്തുൻ, ചാനലുകൾ. മവാഖിഉ, വെബ്സൈറ്റുകൾ. മവാഖിഉ അറബിയ റസ്മിയ, റസ്മിയ മീൻസ് ഒഫീഷ്യൽ അറബിക് വെബ്സൈറ്റുകളും അറബിക് ചാനലുകളും ഭൂരിഭാഗം വികസിത രാജ്യങ്ങളിലുമുണ്ട്. മിസ്ല ഖനാത്ത് BBC അൽ ബരീത്വാനിയ, ബ്രിട്ടനിലെ BBC ചാനൽ പോലെ. അതായത് BBCൻ്റെ ഇംഗ്ലീഷ് വെർഷൻ്റെ പുറമെ അറബിക് വെർഷൻ കൂടെ അവർ എന്ത് ചെയ്യുന്നുണ്ട്, പബ്ലിഷ് ചെയ്യുന്നുണ്ട്. അതേപോലെ CCTV അസ്വീനിയ, ചൈനീസ് ചാനലായ CCTV എന്നതിൻ്റെയും അറബി വെർഷനുണ്ട്. CNN അൽ അമേരിക്ക, അമേരിക്കൻ്റെ CNN, അതിൻ്റെയും അറബിക് വെർഷനുണ്ട്. റൂസിയ അല്യവും എന്ന ചാനൽ, റഷ്യയുടെ, അതൊക്കെ അറബി ഭാഷയിലും അവർ സംപ്രേഷണം ചെയ്യുന്നുണ്ട്. വൈരിഹ, അതേപോലുള്ള മറ്റു ചാനലുകളും വെബ്സൈറ്റുകളും ഒക്കെ ഉണ്ട്. വഹിയ എഹദൽ ലുഗാത്തിൽ അക്സരി തദാവുലൻ ഫി മജാലി തിജാറത്തി, വഹിയ ഏത് ലുഗാത്തി, അതൊരു ഭാഷയാണ്, വൺ ഓഫ് ദ ലാംഗ്വേജസ്.
അൽ അക്സറി തദാവുലൻ, ഏറ്റവും കൂടുതൽ പ്രചാരമുള്ള ഭാഷകളിൽപ്പെട്ട ഒരു ഭാഷയാണ്. ഏത് രംഗത്ത്? ഫി മജാലി തിജാറത്തി, കച്ചവട രംഗത്ത്, വസിനാത്തി, എന്താണ് വ്യാവസായിക രംഗത്ത്, വസിയാഹത്തി, ടൂറിസം രംഗത്ത്, അല്ല ഇതിലൊക്കെ ഏറ്റവും കൂടുതൽ പ്രചാരത്തിലുള്ള ഭാഷകളിൽ ഒന്നാണ് അറബി. തഹത്തഫിലു ഹൈഅത്തുൽ ഉമമി അൽ മുത്തഹിദത്തി, UN ആഘോഷിക്കുന്നു യൗമ 18 മിൻ ഡിസംബർ 18 കല്യോമുൽ ആലമി ലിൽ അറബിയ, ലോക അറബി ഭാഷാ ദിനമായിട്ട് ആചരിക്കുന്നു. തുദറസുൽ ലോത്തുൽ അറബിയത്ത് ഫി വിലായത്തിന, നമ്മുടെ സംസ്ഥാനത്ത് അറബി ഭാഷ പഠിപ്പിക്കപ്പെടുന്നുണ്ട്. മിനൽ മർഹലത്തിൽ ഇബ്തിദായിയത്തി, പ്രൈമറി തലം മുതൽ ഹത്തൽ മുസ്തവൽ ജാമിഇ, യൂണിവേഴ്സിറ്റി തലം വരെ. സ്കൂള് 1ാം ക്ലാസ് മുതൽ കോളേജിൽ വരെ അറബി ഭാഷയുണ്ട് കേരളത്തിൽ. വഹിയ ലോത്തു, ഈ ഭാഷ ഇതൊരു ഭാഷയാണ്. തർബിത്തുന ബിത്തുറാസിൽ അദബി അൽ ഖദീമി, പഴയ സാഹിത്യ സംസ്കാരങ്ങളും പാരമ്പര്യങ്ങളുമായിട്ട് നമ്മളെ ബന്ധിപ്പിക്കുന്ന ഒരു ഭാഷയാണിത്. കമാ തർബിത്തുന ബിൽ ആദാബിൽ ഹദീസത്തിൽ മുതതവ്വിറ, അതേപോലെ ആധുനികമായ വളർന്നുകൊണ്ടിരിക്കുന്ന സാഹിത്യങ്ങളുമായിട്ടും നമ്മളെ സംസ്കാരങ്ങളുമായിട്ടും ഒക്കെ നമ്മെ ഈ ഭാഷ ബന്ധിപ്പിക്കുന്നു. വതഫ്തഹു അമാമന, നമുക്ക് മുമ്പിൽ ഈ ഭാഷ അറബി ഭാഷ തുറന്നു തരുന്നു. അബ്വാബുൽ വലായിഫി വൽ മിഹനി, ജോലികളുടെ വാതിലുകൾ, അൽ മുഖ്തലിഫ, വ്യത്യസ്തങ്ങളായ ജോലികളുടെ വാതിലുകൾ നമുക്ക് മുമ്പിൽ തുറന്നു തരുന്നു. ഫി മജാലി, ഏതൊക്കെ ജോലികളാണ്? ഫി മജാലി തർജമത്തി വൽ മുവാസലാത്തി പോലുള്ള, ട്രാൻസ്ലേഷൻ, കമ്മ്യൂണിക്കേഷൻ പോലുള്ള ധാരാളം ജോലി സാധ്യതകൾ അറബി ഭാഷയ്ക്കുണ്ട്. വ മഹാറാത്തു കഫി ഹാദിഹി ലോത്തി, ഈ ഭാഷയിലുള്ള നിന്റെ സ്കിൽസ്, തുസായിദു കഫി മജാലി തസ്വീഖി, മാർക്കറ്റിങ്ങിലും, വസിനാത്തി, വ്യവസായത്തിലും ഒക്കെ നിന്നെ തുസായിദു സഹായിക്കും. ഹൈസു അസ്ബഹത്തിൽ ബിലാദുൽ അറബിയത്തു, എന്തുകൊണ്ടാണ്? കാരണം അറബി ഭാഷ എന്തായിത്തീർന്നിരിക്കുന്നു? അക്ബർ അൽ അസ്വാഖിൽ ആലമിയത്തിൽ, ലോകത്തെ ഏറ്റവും വലിയ മാർക്കറ്റുകളിൽ ഒന്നായി അറബ് നാടുകൾ മാറിയിരിക്കുന്നു അല്ലേ. അതുകൊണ്ട് തന്നെ അറബി ഭാഷ ഇതിലൊക്കെ നിനക്ക് സഹായകമാകും, അറബി ഭാഷ അറിയുക എന്നുള്ളത്. വമിൻ വാജിബാത്തി ദാരിസി അൽ ലോത്തിൽ അറബിയത്തി, അറബി ഭാഷ പഠിക്കുന്നവരുടെ കടമയാണ് അൽ മുഹാഫളത്തു അലൈഹ, അതിനെ സംരക്ഷിക്കൽ, വ ബദലുൽ ജുഹൂദി ഫി നശ്രിഹ വ തതവ്വുരിഹ, അതിനെ വികസിപ്പിക്കുന്നതിലും അതിനെ പ്രചരിപ്പിക്കുന്നതിലും പരിശ്രമിക്കൽ അറബി ഭാഷ പഠിക്കുന്നവരുടെ കടമയാണ്. ഇവിടെ എന്താ കൊടുത്തിരിക്കുന്നത്? കാലിഗ്രാഫിയത്തു, കാലിഗ്രാഫി അല്ലേ. അറബിക്കിൻ്റെ ഒരു, എല്ലാ ഭാഷയിലും കാലിഗ്രാഫി ഉണ്ട്, എന്നാൽ അറബിക് കാലിഗ്രാഫി അതൊരു പ്രത്യേക സ്റ്റൈലാണ് അല്ലേ. ഫന്നു തസ്മീമിൽ കിതാബത്തി, അത് എഴുത്ത് ഡിസൈൻ ചെയ്യുന്ന കലയാണ്. ബി അഷ്കാലിൻ ഹന്തസിയത്തിൻ, ജിയോമെട്രിക്കൽ ഷേപ്സ് കൊണ്ട്, മുഖ്തലിഫത്തിൻ, വ്യത്യസ്തങ്ങളായ ജിയോമെട്രിക്കൽ ഷേപ്പുകൾ കൊണ്ട്, മിൻ ഖിലാലിൽ മദ്ദി, നീട്ടിക്കൊണ്ടും, വല്ലിസ്തിദാറത്തി, വട്ടത്തിലാക്കിക്കൊണ്ടുമൊക്കെ, അക്ഷരങ്ങളെ നീട്ടി എഴുതും, വട്ടത്തിലാക്കി എഴുതും, തർക്കീബി, കൂട്ടി എഴുതും, അങ്ങനെ പല തരത്തിലും എഴുതിയിട്ട് കാലിഗ്രാഫി ചെയ്യും. തുസ്തഅമലു ഹാദിഹിൽ ഹുത്തൂതു, ഈ കാലിഗ്രാഫി ലിപികൾ ഉപയോഗിക്കപ്പെടുന്നു. അൽ അറബിയത്ത്, അറബി കാലിഗ്രാഫി ഉപയോഗിക്കപ്പെടുന്നു. അൽ മുസഹ്റഫത്ത്, അലങ്കരിക്കപ്പെട്ട ഈ കാലിഗ്രാഫി എന്തിനു വേണ്ടി? ലി തസീനിൽ ഇമാറാത്തി വ തഹല്ലിയത്തിൽ കുത്തുബി, പുസ്തകങ്ങളും പിന്നെ ബിൽഡിങ്ങുകളും ഒക്കെ അലങ്കരിക്കാൻ വേണ്ടി, ഭംഗി കൂട്ടാൻ വേണ്ടിയാണ് ഇത് ഉപയോഗിക്കപ്പെടുന്നത്. മിൻ മീസാത്തിൽ ലോത്തിൽ അറബിയത്ത്, അറബി ഭാഷയുടെ പ്രത്യേകതയാണ് അൽ മഹാനി അൽ കസീറ ലിൽ വാഹിദ്, ഒരു വാക്കിന് തന്നെ ധാരാളം അർത്ഥമുണ്ടാകുക എന്നത് അറബി ഭാഷയുടെ ഒരു പ്രത്യേകതയാണ്. മസലൻ, ഉദാഹരണത്തിന് ലഫ്ലുൽ ഐന്, ഐന് എന്ന പദം, കണ്ണ് എന്ന് നമ്മൾ പറയുന്ന ഐനില്ലേ, യദുല്ലു അല ഹംസത്തം വ യദുല്ലു അല ഹംസത്തിം വ സലാസീന മാന, 35 കൂടുതൽ അർത്ഥമുണ്ട് ഐനിന്. കണ്ണ് മാത്രമല്ല പല അർത്ഥങ്ങളുണ്ട്. ഐനിന് അരുവി എന്നർത്ഥമുണ്ട്, ചാരൻ എന്നർത്ഥമുണ്ട്, അങ്ങനെ ഒരുപാട് അർത്ഥമുണ്ട്. അതേപോലെ മറ്റൊരു പ്രത്യേകതയാണ് പല വാക്കുകൾക്കും ഒരുപാട് പര്യായ പദങ്ങൾ ഉണ്ടാവുക എന്നുള്ളത്. ഇപ്പോൾ അസദ്, സിംഹം എന്ന വാക്കിന് അറബിയിൽ 600-ൽ പരം വാക്കുകളുണ്ട് എന്നാണ് കണക്ക്. അതേപോലെ ഒരുപാട് വാക്കുകൾ അങ്ങനെ ഉണ്ട്. ജമല്, മഴ, സൈഫ്, അതിനൊക്കെ ഒരുപാട് 100, 200, 300-കളൊക്കെ വാക്കുകൾ അതിനുണ്ട്, പര്യായപദങ്ങൾ. ഇനി നുറാജു എന്ന സവനുജീബനിൽ അസലത്തിലാത്തി, താഴെയുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരവേദം. അല്ലോത്തുൽ അറബിയത്ത് മിനൽ ലുഗാത്തി സാമിയത്തി, സെമറ്റിക് ഭാഷകളിൽപ്പെട്ട ഒരു ഭാഷയാണ്. മാഹുവൽ യൗമുൽ ആലമി ലിൽ അറബിയ ഡിസംബർ 18 അല്ലേ. നഖറു നിക്കാത്തില്ലാത്തിയ, താഴെയുള്ള പോയിന്റുകൾ വായിച്ചുകൊണ്ട് നുഇദ് മക്കാലത്തൻ, ഒരു ലേഖനം തയ്യാറാക്കാം. ലി തഖദീമിഹ, അവതരിപ്പിക്കാൻ വേണ്ടി. ഫി ഹഫ്ലത്തിൻ ഫി മദ്രസത്തിക, നിന്റെ സ്കൂളിലെ ഒരു യോഗത്തിൽ
ഏത് യോഗത്തിൽ? ഫി മുനാസബത്തിൽ യൗമിൽ ആലമീനിൽ ലോകത്തിൽ അറബിയ, അറബി ഭാഷയുമായി ബന്ധപ്പെട്ട് നടക്കുന്ന യോഗത്തിൽ അവതരിപ്പിക്കാൻ വേണ്ടി താഴെയുള്ള പോയിന്റുകളൊക്കെ ചേർത്ത് കൊണ്ടൊരു ലേഖനം തയ്യാറാക്കാം. എന്തിനെ കുറിച്ചാണത്? അൻ ഇന്തിശാരി ലോകത്തിൽ അറബി ഫി കേരള, കേരളത്തിൽ അറബി ഭാഷയുടെ വ്യാപനം എന്ന വിഷയത്തെക്കുറിച്ച്. ഈ സംഗതികളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് എങ്ങനെ ഒരു ലേഖനം തയ്യാറാക്കാം നോക്കാം. ഇന്ന ലോകത്തിൽ അറബിയത്ത ഫി കേരള, കേരളത്തിൽ അറബി ഭാഷ ലൈസത്ത് ലൈഫൻ ജദീദൻ, അതൊരു പുതിയ അതിഥിയല്ല. ബൽ ഹിയ ജുസ് മിൻ താരിഖിൽ വിലായത്ത്, അതിഥിയല്ല എന്ന് മാത്രമല്ല കേരള ചരിത്രത്തിന്റെ, കേരള സംസ്ഥാന ചരിത്രത്തിന്റെ തന്നെ ഭാഗമാണ് അറബി ഭാഷ. എന്ന് വെച്ചാൽ അത്രയും പുരാതന കാലം മുതൽ അറബി ഭാഷയുമായി, കേരളത്തിന് അറബി ഭാഷയുമായി ബന്ധമുണ്ട്. തഊദു ഹാദിഹിൽ അലാഖത്തു ഇലാ ഉസൂരിൻ ഖദീമത്തിൻ, പഴയ കാലഘട്ടത്തിലേക്ക് മടങ്ങുന്നു അറബി ഭാഷയുടെ കേരളവുമായിട്ടുള്ള ബന്ധം. ഹൈസുക്കാനത്ത് സവാഹിലുന, നമ്മുടെ തീരങ്ങൾ, കേരള തീരങ്ങളായിരുന്നു നുഖ്തത വസൂലിൻ, എത്തിച്ചേരാനുള്ള ഒരു പോയിന്റ് ആയിരുന്നു. ലിത്തുജാരിൽ അറബ്, അറബ് കച്ചവടക്കാർക്ക്. വസലൽ ഇസ്ലാമു ഫി കേരള ഫി അഹദിൻ നബി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം നഫ്സിഹി, നബിയുടെ കാലഘട്ടത്തിൽ തന്നെ ഇസ്ലാം കേരളത്തിൽ എത്തിയിട്ടുണ്ട്. വസൂലുൽ ഇസ്ലാമി, ഇസ്ലാമിൻ്റെ വരവ് സബബുൽ കവിയു, അതാണ് സബബുൽ കവിയു എന്നാണ് ശക്തമായ കാരണം. ഇന്തിശാരിൽ അറബിയത്തി ഫി കേരള, കേരളത്തിലുള്ള അറബി ഭാഷയുടെ വ്യാപനത്തിന് പ്രധാനപ്പെട്ട കാരണം എന്താണ്? ഇസ്ലാം ഇവിടെ എത്തി എന്നുള്ളതാണ്. ഫഹിയ ലോത്തുൽ ഖുർആൻ, അറബി ഭാഷ ഖുർആന്റെ ഭാഷയാണ്. വബി സബബി ദാലിക, അതുകൊണ്ട് തന്നെ ബദഅത്ത് ഹറക്കത്തു തഅലീമി ദീനി, ദീനി വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾ തുടങ്ങി ബിഖുവ്വത്തിൻ, ശക്തമായിട്ട് തന്നെ ഫി കുല്ലി മക്കാനും ഫി കേരള, കേരളത്തിന്റെ എല്ലാ ഭാഗത്തും ഖുർആൻ പഠിപ്പിക്കാൻ തുടങ്ങി. ഖുർആൻ പഠിപ്പിക്കപ്പെടുമ്പോൾ ഖുർആനും ദീനി വിദ്യാഭ്യാസവും പഠിപ്പിക്കപ്പെടാൻ തുടങ്ങി. അപ്പോൾ അതോടൊപ്പം അറബി ഭാഷയും പഠിപ്പിക്കപ്പെടും. കാനത്ത് ദുറൂസുൽ മസാജിദ്, പള്ളി ദർസുകൾ, വൽ കുതാത്തീബ്, അതേപോലെ ഓത്തുപള്ളികൾ, പണ്ടുണ്ടായിരുന്ന ഓത്തുപള്ളികൾ, ഇന്നത്തെ മദ്രസ എന്ന് പറയുന്നത്. ഹിയൽ മസ്ദറുൽ അവൽ, അതാണ് ഒന്നാമത്തെ സോഴ്സ്. ലിൽ അറബിയ ഫി കേരള, കേരളത്തിലുള്ള അറബി ഭാഷയുടെ ഒന്നാമത്തെ സോഴ്സ് അതാണ് അല്ലെ. സുമ്മ തതവ്വറത്തിൽ ഉമൂർ, പിന്നെ കാര്യങ്ങൾ വികസിച്ചു പുരോഗമിച്ചു വന്നു. മാ തഅസീസിൽ കുല്ലിയാത്തി ശറഇയ്യത്തി, ശറഈ കോളേജുകളൊക്കെ സ്ഥാപിക്കുന്നതിലൂടെ. അല്ലത്തി തുഅല്ലിമുൽ ഉലൂമ ദീനിയ, ദീനി വിജ്ഞാനങ്ങളൊക്കെ പഠിപ്പിക്കപ്പെടുന്ന ശറഈ കോളേജുകളൊക്കെ സ്ഥാപിക്കപ്പെട്ടതോടെ അറബി ഭാഷ കൂടുതൽ വികസിച്ചു കേരളത്തിൽ. വല നൻസ, അതേപോലെ നമ്മൾ മറക്കരുത് മുസാഹമത്തൽ മദാരിസിൽ ഇബ്തിദാഇയ്യത്തി ഫി സ്കൂൾ, പ്രൈമറി സ്കൂളുകളുടെ മുസാഹമത്ത്, പങ്ക്, ഫി നശ്രി ഹാദിഹിൽ ലോകത്തിൽ ജമീല, ഈ മനോഹരമായ ഭാഷ പ്രചരിപ്പിക്കുന്നതിൽ പ്രൈമറി സ്കൂളുകൾക്കുള്ള പങ്ക്. മീൻസ് നമ്മൾ 1-ാം ക്ലാസ്സിലും 7-ാം ക്ലാസ്സിലും 8-ാം ക്ലാസ്സിലും ഒക്കെ അറബി ഭാഷ പഠിക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ അതിനും വലിയൊരു പങ്കുണ്ട്. വഫിൽ വലയിൽ ഹാലി, ഇന്നത്തെ സാഹചര്യത്തിൽ, ഇന്നത്തെ അവസ്ഥയിൽ അസ്ബഹത്ത് ദിറാസത്തുൽ അറബിയത്തു, അറബി ഭാഷ ആയിത്തീർന്നിരിക്കുന്നു. ഫുർസത്തൻ ലിൽ അമലി വത്തവാസുലി, ജോലിയുടെയും കമ്മ്യൂണിക്കേഷൻ്റെയും ഒരു ഫുർസത്ത്, ഒരു ഓപ്പർച്യൂണിറ്റി, ഒരു അവസരമായി മാറിയിരിക്കുന്നു. ഖാസത്തൻ, ആർക്ക്? പ്രത്യേകിച്ചും ആർക്ക്? ലില്ലദീന യുസാഫിറൂന ഇലാ ബുൽദാനിൽ, ഇല വെക്കണം, ഇലാ ബുൽദാനിൽ അറബി ലിൽ അമലി, അറബ് നാട്ടിൽ ജോലിക്ക് വേണ്ടി പോകുന്നവർക്ക് ജോലി ലഭിക്കാനും അതേപോലെ അറബികളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുവാനുമുള്ള ഒരു അവസരമായിട്ട് കേരളത്തിലുള്ള അറബി ഭാഷാ പഠനം മാറിയിരിക്കുന്നു. ഇവിടെ നിന്ന് നന്നായി അറബി പഠിച്ച്, അറബി സംസാരിക്കാനൊക്കെ പഠിച്ച് ഗൾഫിലേക്കൊക്കെ പോയാൽ നല്ല സാധ്യതയാണ്. വഹാക്കഥ, അതുപോലെ തളല്ലുൽ അറബിയത്തു ഫി കേരള ലോകത്തെ ദീനിൻ വ സഖാഫത്തിൻ വത്തിചാരത്തിന്, കേരളത്തിലെ കച്ചവടത്തിൻ്റെയും സംസ്കാരത്തിൻ്റെയും ദീനിൻ്റെയും ഒരു ഭാഷയെ അറബി ഭാഷ തുടരുന്നു. വമിൻ തഹസീർ ലോകത്തിൽ അറബിയത്തി, അറബി ഭാഷയുടെ സ്വാധീനങ്ങളിൽപ്പെട്ടതാണ് അല ലോകത്തിൽ ഉഹ്റ, മറ്റു ഭാഷകളിൽ. ഇൻ അന്നഹുനാക ഇദ്ദത്തു ലോകത്തിൻ തുക്തബു ബിൽ ഹുറൂഫിൽ അറബിയത്തി, ധാരാളം ഭാഷകൾ അറബി ലിപിയിൽ എഴുതപ്പെടുന്നുണ്ട് എന്നുള്ളത്, അറബി അക്ഷരങ്ങൾ കൊണ്ട് എഴുതപ്പെടുന്നുണ്ട് എന്നുള്ളത് അറബിയുടെ സ്വാധീനത്തിൽപ്പെട്ടതാണ്. നക്തശിഫു അസ്മാ ലോകത്തിലെത്തി തസ്താമിലുൽ ഹുറൂഫൽ അറബിയത്തിൽ കിതാബത്തി, എഴുതാൻ അറബി ഭാഷയുടെ ലിപി ഉപയോഗിക്കുന്ന ഭാഷകളുടെ പേര് നമുക്ക് കണ്ടെത്താം. ഒരുപാട് ഭാഷകൾ അറബി ലിപിയാണ് ഉപയോഗിക്കുന്നത്. അതിൽ കുറച്ച് ഭാഷകളുടെ പേര് നമുക്കിവിടെ നോക്കാം. ഏറ്റവും പ്രധാനപ്പെട്ടത് ലോത്തുൽ ഫാരിസിയ, പേർഷ്യൻ ഭാഷ, ഇറാനിലെ ഭാഷയാണ് പേർഷ്യൻ. ലോത്തുൽ ഉർദിയ, ഉറുദു ഭാഷ. ലോത്തുൽ ബഷ്തുവിയ, പഷ്തു, പാകിസ്ഥാനിലുള്ള ഭാഷയാണ്. ലോത്തുൽ കുർദിയ, കുർദിഷ്, അത് ഇറാഖിലെയും ഇറാനിലെയും ഒക്കെ ഒരു ഭാഷയാണ്. ലോത്തുൽ ഉയ്ഗൂരിയ, ഉയ്ഗൂർ ഭാഷ, ഉയ്ഗൂർ മീൻസ് ചൈനയിലെ ഉയ്ഗൂർ വംശം സംസാരിക്കുന്ന ഉയ്ഗൂർ ഭാഷ, അതൊക്കെ അറബി ലിപിയിലാണ് എഴുതപ്പെടുന്നത്, അതിൻ്റെ ഭാഷ. അലോത്തുൽ മലായുവിയ മീൻസ് മാലി, മലാവി എന്ന് പറയുന്ന ഭാഷ. അൽ ജാവിയ എന്ന് പറയില്ലേ, ജാവി മീൻസ് ഇവിടെ ഇന്തോനേഷ്യയിലും മലേഷ്യയിലും ഒക്കെയുള്ള ഭാഷ, ജാവ ദ്വീപിലൊക്കെയുള്ള. അലോത്തുൽ ഹൗസാവിയ,
ഹൗസ എന്ന ഭാഷ, അൽജമി എന്ന് അതിനെ കൊണ്ട് പറയാറുണ്ട്. അത് ആഫ്രിക്കയിലുള്ള വടക്കൻ ആഫ്രിക്ക, വടക്ക് പടിഞ്ഞാറൻ ആഫ്രിക്കയിലൊക്കെ ഉള്ള ഒരു ഭാഷയാണ്. അലോത്ത് സിന്ധിയ, സിന്ധി ഭാഷയും പാകിസ്ഥാനിലുള്ള ഭാഷയാണ്. അതേപോലെ അലോത്തുൽ ബലൂച്ചിയും പാകിസ്ഥാനിൽ സംസാരിക്കപ്പെടുന്ന ഒരു ഭാഷയാണ്. ഇതൊക്കെ അറബി ലിപിയിലാണ് എഴുതപ്പെടുന്നത്. ഇനിയും ഒരുപാടുണ്ട്. ഇനി നഖറുൽ ഫിക്രത്ത വ നുതർജിമുഹ ഇലൽ അറബിയ, ഇത് നമുക്ക് അറബിയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാം. ഈ പാരഗ്രാഫ് അങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. അറബിക് ഈസ് വൺ ഓഫ് ദ വേൾഡ് ലാംഗ്വേജസ്. അല്ലോത്തുൽ അറബിയത്ത് മിൻ ലുഗാത്തിൽ ആലമി, അറബി ഭാഷ ലോക ഭാഷകളിൽപ്പെട്ട ഒരു ഭാഷയാണ്. ഇറ്റ് ഈസ് ദ മദർ ടങ് ഓഫ് മോർ ദാൻ 300 മില്യൺ പീപ്പിൾ ഇൻ ദ വേൾഡ്. ലോകത്ത് 300 മില്യണിലധികം ആളുകളുടെ മദർ ടങ് ആണ്, മാതൃഭാഷയാണ് അറബി ഭാഷ. വഹിയ ലുഗത്തുൽ ഉമ്മു, ഇറ്റ് ഈസ് ദ മദർ ടങ് ലി അക്സരി മിൻ സലാസിമയത്തി മില്യൺ, മോർ ദാൻ 300 മില്യൺ ആളുകൾക്കുള്ള ലുഗത്തുൽ ഉമ്മാണത്. മില്യൺ ഷഖ്സിൻ, വ്യക്തികൾക്കുള്ള, ഹൗലൽ ആലം, ലോകത്ത്. ഇറ്റ് ഈസ് വൺ ഓഫ് ദ ഒഫീഷ്യൽ ലാംഗ്വേജസ് ഓഫ് UNO, യുണൈറ്റഡ് നേഷൻസ് ഓർഗനൈസേഷൻ്റെ ഒരു അംഗീകൃത ഭാഷയാണ്, അംഗീകരിക്കപ്പെട്ട ഭാഷകളിൽപ്പെട്ട ഒരു ഭാഷയാണ്. വഹിയ ഇഹദൽ ലുഗാത്തി, വൺ ഓഫ് ദ ലാംഗ്വേജസ് എന്നുള്ളതിനാണ് ഇഹദൽ ലുഗാത്തി എന്ന് പറയുന്നത്. റസ്മി, വൺ ഓഫ് ദ ഒഫീഷ്യൽ ലാംഗ്വേജസ് ലിൽ ഉമ്മമിൽ മുത്തഹിദ ഓഫ് UN. പിന്നെ ദർ ആർ മെനി ഫെസിലിറ്റീസ് ആൻഡ് സ്കോളർഷിപ്സ് ഫോർ ലേണിംഗ് അറബിക് ഓൾ ഓവർ ദ വേൾഡ്. അറബി പഠിക്കാൻ വേണ്ടി ലോകം മുഴുവനായിട്ട് ഒരുപാട് സ്കോളർഷിപ്പുകളും പിന്നെന്താണ് സൗകര്യങ്ങളും ഒക്കെ ഉണ്ട്. ദർ ആർ മെനി ഫെസിലിറ്റീസ്, ഹുനാക അൽ അദീദ്, മെനി മീൻസ് അൽ അദീദ് മിന തസീലാത്തി, മെനി ഫെസിലിറ്റീസ്, വൽ മിനഹി വ ആൻഡ് സ്കോളർഷിപ്സ്, വൽ മിനഹി ദിറാസിയ, സ്കോളർഷിപ്സ് ലി തഅല്ലുമി ലുഗത്തിൽ അറബിയ, ഫോർ ലേണിംഗ് അറബിക് ഫി ജമീ അൻഹാഇൽ ആലം, ലോകം മുഴുവനായിട്ട്, ഓൾ ഓവർ ദ വേൾഡ്. ഇറ്റ് ഈസ് എ സിമ്പിൾ ആൻഡ് ഈസിയർ ലാംഗ്വേജ് ടു ലേൺ, പഠിക്കാൻ വളരെ ഈസിയായ ഒരു ലാംഗ്വേജാണത്. വഹിയ ഇന്നഹ ലുഗത്തുൻ സഹലത്തുൽ തഅല്ലും, ഇന്നഹ ലുഗത്തുൻ സഹലത്തു തഅല്ലും, പഠിക്കാൻ എളുപ്പമുള്ള ലാംഗ്വേജാണ്. പിന്നെ ദിസ് ഈസ് ദ ലാംഗ്വേജ് ഓഫ് ഹോളി ഖുർആൻ, വഹിയ ലുഗത്തുൽ ഖുർആൻ കരീം, ഖുർആൻ്റെ ഭാഷയാണ് പരിശുദ്ധ. ദർ ആർ മെനി ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഫോർ ദോസ് ഹു ലേൺഡ് അറബിക്, അറബി പഠിച്ചവർക്ക് ധാരാളം അവസരങ്ങളുണ്ട്. വത്തവാഫർ ഫുറസു അമലിൻ, ധാരാളം, ഫുറസു അമലിൻ അതീതത്ത്, ധാരാളം, അതീത മീൻസ് മെനി, ധാരാളം, ഫുറസു അമൽ, ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. തത്തവാഫർ മീൻസ് ലഭ്യമാണ്. ലിമൻ യതഅല്ലമുഹ, അത് പഠിക്കുന്നവർക്ക്, അല്ലെങ്കിൽ വഹുനാക ഫുറസു അമലിൻ അതീതത്തു ലിമൻ യതഅല്ലമുഹ, അത് പഠിക്കുന്നവർക്ക് ധാരാളം ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് എന്നും ട്രാൻസ്ലേറ്റ് ചെയ്യാം. ഇനി നഖറ തസ്രീഹാത്തിൽ ആത്തിയ, താഴെയുള്ള സ്റ്റേറ്റ്മെന്റ്സ് വായിക്കാൻ മയ്യിസു മിൻഹ സ്വഹീഹത വൽ ഹാത്തിയത, അതിൽ നിന്നും തെറ്റും ശരിയും കണ്ടെത്താം. വഹദൽ ഖുർആൻ ലഹജാത്തിൽ ലുഗത്തിൽ അറബിയ, അറബി ഭാഷ അറബി ഡയലക്റ്റുകളെ ഒരുമിച്ച് കൂട്ടി, ഏകോപിപ്പിച്ചു, അത് ശരിയാണ് അല്ലേ. അല്ലുഗത്തു തർബിത്തുനാ ബിത്തുറാസിൽ അദവി, ഭാഷ നമ്മെ സാംസ്കാരിക സാഹിത്യ പാരമ്പര്യവുമായിട്ട് ബന്ധിപ്പിക്കുന്നു, അതും ശരിയാണ്. ലം തതവർ ലുഗത്തുൽ അറബിയ്യത്തു അലാ മർരി സമാൻ, കാലത്തിന്റെ മുന്നോട്ടുള്ള ഗമനമനുസരിച്ച് അറബി ഭാഷ പുരോഗമിച്ചിട്ടില്ല എന്ന് പറയുന്നത് തെറ്റാണ്. അറബി ഭാഷ പുരോഗമിച്ചിട്ടുണ്ട്. ഖദ് ഇഖ്തഫ മിനൽ ആലമി കസീറ മിനൽ ലുഗാത്തി, ലോകത്ത് ധാരാളം ഭാഷകൾ മാഞ്ഞു പോയിട്ടുണ്ട്, അത് ശരിയാണ്. പണ്ടുള്ള ഒരുപാട് ഭാഷകൾ ഇന്നില്ല. ലൈസ ലിൽ ഇൻസാനി അദാത്തുൻ ലിത്തആമുലി വത്തവാസലി, മനുഷ്യനെ പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ഒരു മാർഗവുമില്ല. മാർഗമുണ്ടല്ലേ, ഭാഷയാണ് അതിനുള്ള മാർഗം. അല്ലുഗത്തു ഖസാനത്തുൽ ഇൽമി വസ്സഖാഫത്തി, ഭാഷ സഖാഫത്തിൻ്റെയും ഇൽമിൻ്റെയും സംസ്കാരത്തിൻ്റെയും ഖജാനയാണ്, അതും ശരിയാണ്. തുഅതബറു ലുഗത്തുൽ അറബിയ്യത്തു ലുഗത്തൻ ജാമിദത്തൻ, അറബി ഭാഷ ഒരു ജാമിദത്തായ, മീൻസ് ഉറച്ചുപോയ, ഒരു മാറ്റമില്ലാത്ത ഭാഷയായിട്ട്, മീൻസ് വികസിക്കാത്ത ഭാഷയായിട്ട് പരിഗണിക്കപ്പെടുന്നു എന്ന് പറയുന്നത് തെറ്റാണ്. അറബി ഭാഷ വികസിച്ചു കൊണ്ടേയിരിക്കുകയാണ്. നതാറഫ് ബഅദുൽ കലിമാത്തിൽ മുഖ്തബസത്ത്, എടുക്കപ്പെട്ട, അൽ മുഖ്തബസ മീൻസ് ഒന്നിൽ നിന്നും എടുക്കപ്പെട്ട വാക്കുകൾ പരിചയപ്പെടാം, ചില വാക്കുകൾ. പിന്നെ ലുഗത്തുൽ അറബിയ, അറബി ഭാഷയിൽ നിന്ന്, ഇലാ ലുഗത്തിനാൽ മലയാളം, നമ്മുടെ ഭാഷയെ മലയാളത്തിലേക്ക് കൊണ്ടുവരപ്പെട്ട കുറച്ച് വാക്കുകൾ പരിചയപ്പെടാം. വനജ്മമായ മാസിലോ, ഇതേപോലുള്ള മറ്റു വാക്കുകൾ നമുക്ക് കണ്ടെത്തുകയും ചെയ്യും. വക്കീൽ എന്ന് പറയില്ലേ, അത് അറബി ഭാഷയിൽ നിന്ന് വന്നതാണ്. കരാർ അത് അറബിയാണ്. ഖാലിൻ, കാലി അല്ലേ, കാലിയാവ് അത് അറബിയാണ്. റദ്ദ് ചെയ്തു എന്ന് പറയുന്നില്ലേ, അതൊക്കെ അറബിയാണ്. ബാക്കിയായത്, ബാക്കി അറബിയാണ്. അസ്ല് എന്ന് പറയില്ലേ, ഒറിജിനൽ, അതും അറബിയാണ്, ഒറിജിൻ. ഹാജർ അറബിയാണ്. ഹാഫത്ത് അപകടം, ആപത്ത്
എല്ലാം അറബിയാണ്. അങ്ങനെ ഒരുപാട് വാക്കുകളുണ്ട്. കോടതി വ്യവഹാരവുമായി ബന്ധപ്പെട്ട ഒരുപാട് വാക്കുകൾ, മുൻസിഫ് എന്നൊക്കെ പറഞ്ഞില്ലേ, അങ്ങനെ ഒരുപാട് വാക്കുകൾ അദാലത്ത് അറബിയാണ്. ലുലാഹിദുൽ അസ്മല്ലാത്ത താഴെയുള്ള വാക്കുകൾ നോക്കാം. മിക്കനസത്ത് എന്ന് പറഞ്ഞാൽ എന്താ? ചൂല്, അടിച്ചു വരുന്ന സാധനം. മിഫ്താഹ്, താക്കോല്, തുറക്കുന്നത്. ഈ ഇങ്ങനെയുള്ള മീ എന്ന് തുടങ്ങുന്ന വാക്കുകൾക്ക് പറയുന്ന പേരാണ് ഇസ്മുൽ ആലത്ത്. ആലത്ത് എന്ന് പറഞ്ഞാൽ ടൂള്. അതായത് ഒരു ഫേല് ഒരു വെർബിൽ നിന്നും വെർബിൻ്റെ കൂടെ മുമ്പിൽ മീ എന്ന് ചേർത്താൽ ആ വെർബ് ചെയ്യുന്ന ടൂളിൻ്റെ പേര് കിട്ടും. കനസ എന്ന് പറഞ്ഞാൽ അടിച്ചു വാരി എന്നാണ് അർത്ഥം. അതിൻ്റെ മുമ്പിൽ മീ ചേർത്തപ്പോൾ മിക്കനസത്ത് എന്നായി, അടിച്ചു വാരുന്ന സാധനം, അതായത് ചൂല്. ഫതഹ, തുറന്നു, മുമ്പിൽ മീ വന്നപ്പോൾ മിഫ്താഹ്, തുറക്കുന്നത്. അങ്ങനെയുള്ള ഒരുപാട് വാക്കുകളുണ്ട്. അത് കണ്ടെത്തി എഴുതാനാണ് പറയുന്നത്. ഇവിടെ മിൽറബ്, ലറബ അടിച്ചു, മിൽറബ് ബാറ്റ്, അടിക്കുന്ന സാധനം, മിക്കനസത്ത് പറഞ്ഞു, മിഫ്താഹ് പറഞ്ഞു. സത്തറ അളന്നു, മിസ്തറത്ത് സ്കെയില്. അങ്ങനെ ഒരുപാട് വാക്കുകളുണ്ട്. റാഹ, റവഹ മീൻസ് ഇത് വീശി, നിർവഹത്ത് ഫേന്. പിന്നെയോ മിഖസ് കത്രിക, കസ എന്ന് പറഞ്ഞാൽ ചെറുതാക്കി, മുറിച്ച് ചെറുതാക്കുന്നതല്ലേ, അതാണ് മിഖസ് കത്രിക. മീസാന് ത്രാസ്, വസന തൂക്കി, മീസാൻ. മിർആത്ത് കണ്ണാടി, നമ്മൾ റഅ നോക്കിയില്ല, കണ്ടു, കാണുന്ന സാധനമാണല്ലോ. അങ്ങനെ ഒരുപാട് വാക്കുകളുണ്ട്. മീം മുമ്പിൽ ചേർത്താൽ മതി, മീ എന്ന്. ഓക്കെ, ഇതോടെ ഈ പടം കഴിഞ്ഞു.